ന്റെ വല്ലാത്ത ദിവ്യ സന്ദേശം ലഭിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. ഈ 1500-ാം നിബിദിനത്തിൻ്റെ ഒരു പ്രത്യേകതയായൊരു പുതിയ കണ്ടുപിടുത്തം വന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അതാ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. നബിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുത്തുനബിക്ക് വൃക്ഷങ്ങളെ തണലിട്ട് കൊടുത്തിരുന്നു. ഇത് നബിയുടെ പ്രത്യേകതയാണ്, അത് പ്രവാചകനുള്ള പ്രത്യേകതയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്ത് പള്ളിയിൽ അല്ലാഹുവിൻ്റെ റസൂല് അതാ നിരന്തരം ഖുതുബ ഓതുന്ന മിമ്പർ, അത് പുതിയൊരു മിമ്പർ കടന്നു വന്നപ്പോൾ പഴയ മിമ്പറിനെ എടുത്ത് മാറ്റി. അത് ഈത്തപ്പനയുടെ മെമ്പറായിരുന്നു. ആ സമയത്ത് ആ മെമ്പർ പൊട്ടിക്കരയുകയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വളരെ പ്രയാസത്തോടൊരു മനുഷ്യനെ പ്രകാരം കരയുന്നുവോ അതിനേക്കാൾ കൂടുതലായി കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഇത്രയും സാമീപ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു, ഖബർ കിടക്കുന്നവർക്ക് പാപം പൊറുക്കാൻ ആ ഖബറിൻ്റെ ചാരത്ത് നടന്ന ചെറിയ ചെടികൾ, വൃക്ഷങ്ങൾ, അത് പാപം പൊറുക്കാൻ, അത് ഉണങ്ങാത്ത കാലത്തോളം പാപം പൊറുക്കാൻ ഒരു ഇല്ലത്താണ്. അപ്പോൾ വൃക്ഷങ്ങൾക്ക്, സസ്യജലാദികൾക്ക് പ്രത്യേകമായ അനുഗ്രഹവും പ്രത്യേകമായ അല്ലാഹുവിനോടുള്ളതായ ബന്ധവും ഉണ്ട് എന്ന് പറയുമ്പോൾ തക്കാളിച്ചെടിയുടെ ആ സുലഭം, അതിൻ്റെ ചെറിയ പ്രാണികൾ, ആ മിണ്ടാപ്രാണികളോട് അവ സംസാരിക്കുമെന്ന് പറയുമ്പോൾ ഈ മിണ്ടാപ്രാണിയല്ലായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. ലോകം കണ്ട ഏറ്റവും വലിയ മാന്യനായ വ്യക്തിത്വം, ഏറ്റവും നല്ല ശഖ്സിയത്ത്, അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ പറയുന്ന വൃക്ഷാദികൾ മുഴുവൻ സംസാരിച്ചെങ്കിൽ, കല്ല് സംസാരിച്ചെങ്കിൽ, അതുപോലെ മറ്റുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതൊക്കെ സംസാരിച്ചുവെങ്കിൽ പ്രവാചകന്റെ പ്രത്യേകത എവിടെയാണ്? അല്ലാഹുവിൻ്റെ ഹബീബിനോട് സമീപിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാമെങ്കിൽ പ്രവാചകന്റെ ശ്രേഷ്ഠത എവിടെ? ഈ കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് വന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതില്ലേ മുഅ്മിനീങ്ങളെ?